So we studied about components of soil. Yes, Nainika, ഞാൻ കണ്ടു. Okay, different types of soil. അല്ലേ, 3 types of soil നമ്മൾ കണ്ടു. Clay soil, sandy soil and loamy soil. 3 സോയിലും ഏതാണ് പ്ലാന്റ്സിന് വളരാൻ ഏറ്റവും നല്ല സോയിൽ ഏതാണ്? പ്ലാന്റ്സിന് വളരാൻ Loamy soil. soil. Loamy soil. Loamy soil. Yes, loamy soil is also called what? Fertile soil. Fertile soil. Yes. Fertile soil. Fertile എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഞാൻ ഇന്നലെ പറഞ്ഞ മലയാളത്തിൽ Fertile soil. ഫലഭൂയിഷ്ഠമായ മണ്ണ്. യെസ്, ഫലഭൂയിഷ്ഠമായ മണ്ണ്. സോ നമ്മൾ ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ? നമ്മൾക്കറിയാം സോയിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ എന്താണ് പ്ലാന്റ്സിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു സാധനമാണ്. അത്യാവശ്യമായിട്ട് മണ്ണില്ലെങ്കിൽ നമ്മൾക്ക് പ്ലാന്റ്സ് വളരാൻ സാധിക്കുകയില്ല, അല്ലേ? സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഒക്കെ വളർന്നാലേ ഉള്ളൂ നമ്മൾക്ക് മനുഷ്യർ ഉൾപ്പെടുന്ന ആൾക്കാർക്കുള്ള ഭക്ഷണം ലഭിക്കുകയുള്ളൂ, അല്ലേ? ഹ്യൂമൻസിനും ആനിമൽസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ഫുഡ് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ്. പ്ലാന്റ്സ് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? നല്ല മണ്ണ് വേണം. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഇപ്പൊ പ്ലാന്റ്സിന് നല്ലോണം വളരാൻ നല്ല ഫലഭൂയിഷ്ഠമായിട്ടുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള സോയില് വേണം. ഗ്രോത്തിന് വേണ്ടി മാത്രമല്ല, മണ്ണിൽ നിൽക്കണമെന്നുണ്ടെങ്കിലും, അല്ലെ, തറയിൽ ഉറച്ചു നിൽക്കണം എന്നുണ്ടെങ്കിലും നല്ല മണ്ണ് വേണം. സോ എന്നാലേ ഉള്ളൂ എന്താണ് പ്ലാന്റ്സിന് ഒരു സപ്പോർട്ട് ആവുകയുള്ളൂ. ഗുഡ് സപ്പോർട്ട് ആൻഡ് ഫോർ ഗുഡ് ഗ്രോത്ത് പ്ലാന്റ്സ് നീഡ് വാട്ട്? സോയിൽ. ഓക്കെ, ഇപ്പൊ മണ്ണിൽ നിന്നാണ്, നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, നമ്മള് മണ്ണില് റൂട്ട് വഴിയാണ് മണ്ണിൽ നിന്നുള്ള ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നത്, അല്ലെ? ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതല്ലേ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് റൂട്ട്, അല്ലെ? റൂട്ട് ചെടിയെ താങ്ങി നിർത്തുന്നു മണ്ണില്. അതുപോലെ മണ്ണിലുള്ള ന്യൂട്രിയൻസിനെ ദേ അബ്സോർബ് ഫ്രം ദ സോയിൽ. ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്, പോഷകങ്ങളൊക്കെ മണ്ണിൽ നിന്നാണ് ചെടിക്ക് ലഭിക്കുന്നത്. സോ ആ മണ്ണിൽ നിന്നാണ് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ്. അത് കൂടാതെ വാട്ടർ, വെള്ളവും അതിന് ആവശ്യമാണ്. അപ്പൊ വെള്ളവും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? മണ്ണിൽ നിന്നാണ് ചെടിക്ക് ലഭിക്കുന്നത്. പിന്നെ നമ്മൾ കണ്ടു എന്താണ് ലോമി സോയിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോയിൽ. സോ ലോമി സോയിൽ വെച്ചിട്ടാണ് പല കൃഷിയിടങ്ങളും അതുപോലെ ഗാർഡൻസ്, പൂന്തോട്ടങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും എന്താണ്? ലോമി സോയിലാണ്. കാരണം ലോമി സോയിൽ ഇറ്റ്സ് ഫെർട്ടൈൽ സോയിൽ. എല്ലാ പോഷകങ്ങളും ആവശ്യത്തിന് അടങ്ങിയിട്ടുണ്ട്. എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്, അല്ലെ? അതൊക്കെ ഉള്ളത് കൊണ്ട് പ്രധാനമായിട്ടും കൃഷി ആവശ്യങ്ങൾക്കും പൂന്തോട്ടങ്ങളുടെ ആവശ്യത്തിനും ഒക്കെ എന്താണ് ലോമി സോയിലാണ് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾക്കറിയാം മണൽ ഇതൊക്കെ നമ്മള് കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ അടിത്തറ പാകുന്ന എവിടെയാണ്? നമ്മൾ മണ്ണിലാണ് അടിത്തറ ബിൽഡ് ചെയ്യുന്നത്, അല്ലെ? ബേസ്മെന്റ് കെട്ടിയിട്ട് അതിന്റെ പുറത്താണ് നമ്മൾ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത്. ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനും നമുക്ക് മണൽ വേണം, അല്ലെ? അതുപോലെ ബിൽഡിംഗ് നിൽക്കാനും എവിടെയാണ് നമ്മൾ ബിൽഡിംഗ് പണിയുന്നത്? മണ്ണിലാണ് നമ്മൾ ബിൽഡിംഗ് പണിയുന്നത്, ബേസ്മെന്റ് പണിയുന്നത്, അല്ലെ? സോ അതിനും നമ്മൾക്ക് എന്താണ്? സോയിൽ ആവശ്യമാണ്. പിന്നെ അണ്ടർഗ്രൗണ്ട് സോയിൽ, നമ്മുടെ ഭൂമിക്ക് അടിയില് മണ്ണിന്റെ ഇടയിലാണ് നമ്മൾ വെള്ളം സ്റ്റോർ ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട്, നമ്മുടെ കിണറിലൊക്കെ വെള്ളം എവിടുന്നാണ് വരുന്നത്? അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ് വരുന്നത്, അല്ലെ? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതും പഠിച്ചതാണ്, ചെറിയ ക്ലാസ്സിൽ, അല്ലെ? അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിക്ക് അടിയിൽ കാണപ്പെടുന്ന വെള്ളം. ഫോർ എക്സാമ്പിൾ നമ്മളെ കിണറിലും അതുപോലെ നമ്മളുടെ ബോർവെല്ലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വെള്ളം വരുന്നത് എവിടുന്നാണ്? ഭൂമിക്ക് അടിയിൽ നിന്നാണ്, അല്ലെ? അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്. സോ ഈ അണ്ടർഗ്രൗണ്ട് വാട്ടർ എവിടെയാണ് കാണുന്നത്? അത് സ്റ്റോർ ചെയ്യുന്നത് മണ്ണിലാണ് സ്റ്റോർ ചെയ്യുന്നത്, അല്ലെ? മഴ പെയ്യുന്ന വെള്ളം ഊർന്നിറങ്ങി മണ്ണിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ നിന്നാണ് നമ്മൾക്ക് അണ്ടർഗ്രൗണ്ട് വാട്ടർ ആയിട്ട് കിണർ വഴിയും ട്യൂബ്വെല് വഴിയും ബോർവെല് വഴിയും ഒക്കെ നമ്മൾക്ക് വെള്ളം ലഭിക്കുന്നത്. സോ ഈ വെള്ളമാണ് നമ്മൾ കൃഷി ആവശ്യങ്ങൾക്കും നമ്മളുടെ കുടിക്കുന്നതിനും ഒക്കെ ഡെയിലി നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഭൂമിയിൽ നിങ്ങൾക്കറിയാം കിണറൊക്കെ കുഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? കിണർ നമ്മള് ഭൂമി കുഴിച്ചിട്ട് മണ്ണ് കുഴിച്ചിട്ടാണ് നമ്മള് കിണർ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അല്ലെ? കുഴിച്ച് താഴോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഉറവ ലഭിക്കുന്നത്. അപ്പൊ അതെന്താണ്? ആ ഉറവ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ്
അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്, ഭൂമിക്ക് അടിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളമാണത്. ഓക്കെ, അതാണ് നമ്മള് അണ്ടർഗ്രൗണ്ട് വാട്ടർ വലിച്ചെടുക്കുകയാണ് കിണർ വഴിയും ട്യൂബ്വെല് വഴിയും ബോർവെല്ല് വഴിയും. ബോർവെൽ കുഴൽ കിണർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കുഴൽ കിണറൊക്കെ എന്താണ്? ഭൂമിക്ക് അടിയിലുള്ള വെള്ളമാണത്, അണ്ടർഗ്രൗണ്ട് വാട്ടർ ആണ്. സോ ഇതൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? നമ്മള് വെള്ളം സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? മണ്ണിലാണ്. ഓക്കെ, പിന്നെ നമ്മൾക്കറിയാം മണ്ണെന്ന് പറയുന്നത് പല ആനിമൽസിന്റെയും വാസസ്ഥലമാണ് അല്ലെ. മണ്ണിൽ സാധാരണ എന്താണ് നമ്മുടെ എർത്ത് വേം, മണ്ണിരകൾ മണ്ണിലാണ് ജീവിക്കുന്നത്. മണ്ണിരകൾ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ മണ്ണിനെ ഫലഭൂയിഷ്ഠമാക്കുന്ന പണിയാണ് മണ്ണിരകൾ ചെയ്യുന്നത്. ഓക്കെ, അത് മണ്ണിരകൾ ഇങ്ങനെ ആ മണ്ണിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് മണ്ണിന് നല്ല വായുസഞ്ചാരം ഉണ്ടാകും, ഫെർട്ടൈൽ ആക്കും. സോ ഈ മണ്ണിരകൾ എവിടെയാണ് കാണപ്പെടുന്നത്? എർത്ത് വേം. മണ്ണിരകൾക്ക് എന്താ പറയാ? എർത്ത് വേം താമസിക്കുന്ന എവിടെയാണ്? മണ്ണിലാണ്. അതുപോലെ നമ്മളുടെ റാറ്റ്, റാബിറ്റ്, സ്നേക്ക്, ഇങ്ങനെ പല ജീവികളും മണ്ണില് മാളങ്ങൾ കുഴിച്ചിട്ടാണ് അതിലാണ് ജീവിക്കുന്നത് അല്ലെ. സോ അതൊക്കെ അവരുടെ സോയിൽ എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ നമ്മുടെ ഈ റാറ്റ്, റാബിറ്റ്, സ്നേക്ക് എന്ന് പോലുള്ള അനിമൽസിന്റെ വാസസ്ഥലമാണ് മണ്ണെന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ്? അങ്ങനെ നോക്കുമ്പോൾ മണ്ണ് നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. മണ്ണ് എല്ലാവർക്കും, ആനിമൽസിനാവട്ടെ, പ്ലാന്റ്സിനാവട്ടെ, ഹ്യൂമൻസിനാവട്ടെ, എല്ലാവർക്കും മണ്ണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോയിൽ, മണ്ണിന്റെ പ്രാധാന്യം. ഓക്കെ, മനസ്സിലായല്ലോ? ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിലിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. എല്ലാരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. സൗണ്ട് കേട്ടില്ലെങ്കിലും ജസ്റ്റ് നോക്കിയിരിക്കുക. Now, let's look at the different types of soil. കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിൽ കണ്ടു അല്ലെ. സോ ഫസ്റ്റ് സോയിൽ എന്താണ് നമ്മൾ പഠിച്ചത്? സാൻഡി സോയിൽ. സാൻഡി സോയിൽ എന്ന് പറഞ്ഞാൽ ധാരാളം മണൽ തരികൾ ചേർന്നതിനെയാണ് നമ്മൾ സാൻഡി സോയിൽ എന്ന് പറയുക. മണൽ, പ്യുവർ മണൽ തന്നെയാണ്, അതാണ് സാൻഡി സോയിൽ. സാൻഡി സോയിൽ പാർട്ടിക്കിൾസ് ആർ ബിഗ് വിത്ത് ലോട്ട് ഓഫ് എയർ പാർട്ടിക്കിൾസ് അല്ലെ. സാൻഡി സോയിൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പാർട്ടിക്കിൾസ് ആണ്, അതിന്റെ എയർ സ്പേസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത് വേഗം ഇങ്ങനെ ഊർന്നിറങ്ങും. അതിന്റെ ഒരു പിക്ചറാണ് ഇവിടെ ഇപ്പൊ കാണിച്ചിട്ടുള്ളത്. വെള്ളം നമ്മൾ മണലിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വേഗം അടിയിലേക്ക് ഊർന്നിറങ്ങും. കാരണം അതിന്റെ ഇൻ ബിറ്റ്വീൻ സ്പേസ് വളരെ കൂടുതലാണ്.
സാൻഡി സോയിൽ ഡസ് നോട്ട് കണ്ടെയ്ൻ മച്ച് മോയ്സ്ചർ. മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ ഒരു അംശം. വെള്ളത്തിന്റെ അംശം ഒട്ടും തന്നെ നമ്മൾക്ക് മണലിൽ കാണാൻ സാധിക്കില്ല. കാരണം അത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വേഗം തന്നെ ഊർന്ന് താഴേക്ക് ഇറങ്ങും, അതിന്റെ എയർ സ്പേസസ് കൂടുതലായതുകൊണ്ട്. Why sand is not neutral? സാൻഡി സോയിൽ എവിടേക്കാണ് കാണാൻ പറ്റുക? ഡെസേർട്ട് ഏരിയയിലും പിന്നെ ബീച്ച് ഏരിയയിലും സീ ഷോസിലുമാണ് നമ്മൾക്ക് സാൻഡി സോയില് നമ്മൾക്ക് കൂടുതലായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുക. ക്ലേ സോയിൽ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന മണ്ണ് അല്ലെ? ചില ക്ലേ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത കളറിലാണ് നമുക്ക് കാണാൻ പറ്റുക, കുഴഞ്ഞിങ്ങനെ ഇരിക്കും. സോ ദാറ്റ് ഈസ് കോൾഡ് വാട്ട്? ക്ലേ സോയിൽ. ക്ലേ കൂടെ എന്താണ് നമ്മൾ കണ്ടത്? അതിന്റെ എയർ സ്പേസസ് വളരെ കുറവാണ്. സോ അതിലെ കൂടെ എന്താണ്? വെള്ളം അതിനെ കൂടുതലായിട്ട് വലിച്ചെടുക്കും. കാരണം പാർട്ടിക്കിൾ സൈസ് വളരെ കുറവാണ്, എന്നിട്ട് അതിനെ വെള്ളത്തിനെ വലിച്ചെടുക്കാനുള്ള കഴിവ് കൂടുതലാണ്. ക്ലേ സോയിൽ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? തടാകത്തിന്റെ കരയിലും കുളത്തിന്റെ കരയിലും റിവറിന്റെ സൈഡിലും ഒക്കെയാണ് നമ്മൾക്ക് ക്ലേ സോയിൽ നമ്മൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. Loam is another type of soil. ലോം സോയിൽ മിക്സ്ചർ ഓഫ് ഓൾ ദീസ് അല്ലെ? സാൻഡ് ഉണ്ടാവും, ക്ലേ ഉണ്ടാവും, ഹ്യൂമസ് ഉണ്ടാകും, വാട്ടർ കണ്ടന്റ് ഉണ്ട്, അതിനകത്ത് എയർ സ്പേസസ് ഉണ്ട്. And water. സോ അതിനെ എന്താണ്? കറക്റ്റ് നമുക്ക് എയറിനെയും വാട്ടറിനെയും ഒക്കെ കറക്റ്റ് ആയിട്ട് അതിന് ഹോൾഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. സോ ലോം ഈസ് എ മിക്സ്ചർ ഓഫ് വാട്ട്? സാൻഡ്, ക്ലേ ആൻഡ് ലോട്ട് ഓഫ് ഹ്യൂമസ്. ലോം സോയിൽ ആണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്ലാന്റ്സ് അതില് വളരുക. ഹ്യൂമസ് ആണ് മണ്ണിനെ ഫെർട്ടൈൽ ആക്കുന്നത്. ഹ്യൂമസ് കണ്ടന്റ് ധാരാളം അടങ്ങിയ സോയിലാണ് ക്ലേ സോയിൽ. സോ അത് കാരണം നമ്മളുടെ മണ്ണ് ലോമി സോയിൽ എന്ന് പറയുന്നത് നല്ല ഫെർട്ടൈൽ ആയിരിക്കും, ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണായിരിക്കും. യെസ്. ഓക്കെ, സോ മനസ്സിലായല്ലോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോയിലിന്റെ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. സോ ഇത്രയാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. യെസ് ഫാത്തിമ, എന്ത് പറ്റി? മിസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? ബീച്ച് എന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ? ബീച്ച് എന്താണ്? ബീച്ചിൽ പോണോന്ന് ചോദിക്കാറില്ലേ? എന്താണ് ബീച്ച്? ആ, ബീച്ചസ്. ബീച്ചിന്റെ പ്ലൂറൽ ആണ്, സോറി സിംഗുലർ ആണ് ബീച്ച്, പ്ലൂറൽ ആണ് ബീച്ചസ്. ബീച്ച് അല്ല, പിന്നെ ബീറ്റിൽസോ? ബീറ്റിൽസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഈ വണ്ടിന്റെ കാറ്റഗറി പെടുന്നതാണ്. നമ്മുടെ പുൽച്ചാടികള്, ചെറിയ ചെറിയ ഇങ്ങനെ നീളമുള്ള എന്താണ് കാലൊക്കെ ആയിട്ടുള്ളത്, എട്ടുകാലി, അതുപോലെ വണ്ട്, ഇതൊക്കെ ബീറ്റിൽസ് എന്ന് കോമൺ ആയിട്ട് പറയും. ഓക്കെ, ബീറ്റിൽസ് എവിടെയാ കണ്ടത്? ബീറ്റിൽസോ? ഓക്കെ, നമ്മുടെ ബിഗ് earthworm, rabbit, rats, beetles, ants and snails. ഓക്കെ, ഇൻസെക്റ്റിന്റെ കാറ്റഗറി പെടുന്നതാണ് ബീറ്റിൽസ് ഒക്കെ വരുന്നത്. വണ്ട് മാതിരിയുള്ള ജീവികളെന്ന് ഉദ്ദേശിച്ച് വെച്ചാൽ മതി. ചില ബീറ്റിൽസ് ഒക്കെ സോയിലില് എന്താണ് ലൈക്ക് ആന്റിനെ നമ്മൾക്കൊരു എന്താണ് ആന്റ് നമ്മൾക്കറിയാലോ മണ്ണിലാണ് അത് ഇങ്ങനെ കണ്ടിട്ടില്ല? ആന്റിന്റെ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ മണ്ണിങ്ങനെ കൂമ്പാരം ഉണ്ട്. അതുപോലെ ചെറിയ ചില ബീറ്റിൽസ് ഒക്കെ, അതായത് ഇൻസെക്റ്റിന്റെ കാറ്റഗറി പെടുന്ന ജീവികളും മണ്ണില് അത് മാളങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, യെസ്. ഞാൻ നിങ്ങൾക്ക് ഒരു സാൻഡി സോയിലിന്റെ ഒരു പിക്ചർ ഒന്ന് എടുക്കാൻ വേണ്ടിട്ട് ഒരു മിനിറ്റ് കേട്ടോ.
സാൻഡി സോയിൽ എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മുടെ കടൽ തീരത്ത് കാണപ്പെടുന്ന മണ്ണ്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കുക. സാൻഡി സോയിൽ ഇതാണ് സാൻഡി സോയിൽ. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാൻഡി സോയിൽ ഇവിടെ കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ, മണല്. നമ്മൾ കെട്ടിടം പണിക്കൊക്കെ കൊണ്ടുവരുന്ന മണൽ എന്ന് പറയുന്നതാണ് സാൻഡി സോയിൽ എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാൻഡി സോയിൽ ഹിയർ. ദെൻ നെക്സ്റ്റ് നമ്മൾ കണ്ടത് എന്താണ്? ക്ലേ സോയിൽ. ക്ലേ സോയിൽ, ക്ലേ, കുഴഞ്ഞിരിക്കുന്ന മണ്ണ്. അതായത് ഞാൻ പറഞ്ഞു, ടിപ്പിക്കലായിട്ട് എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുക? പാഡി ഫീൽഡില്. വെള്ളമൊക്കെ ഇല്ലാത്ത സമയത്ത് പാഡി ഫീൽഡിൽ ഇങ്ങനെ ക്രാക്ക് ആയിട്ട് കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ മണ്ണ് നിങ്ങൾ ആരെങ്കിലും തൊട്ട് നോക്കിയിട്ടുണ്ടോ? പശ ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന മണ്ണാണ് ക്ലേ സോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, കറുത്ത കളറിലും ക്ലേ സോയിൽ നമുക്ക് കാണാം. ഓക്കെ, ഇതാണ് ടിപ്പിക്കൽ ക്ലേ സോയിൽ. ഇതാ ഈ കയ്യിൽ കാണുന്നുണ്ടോ? ഇതാണ് ക്ലേ സോയിൽ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴഞ്ഞാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് കോൾഡ് ക്ലേ സോയിൽ. ആൻഡ് ദെൻ ലോമി സോയിൽ. ലോമി സോയിൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗുഡ് സോയിൽ അല്ലെ, സാധാരണ നമ്മൾ കാണപ്പെടുന്ന. അതായത് ദിസ് വൺ. ഇതൊക്കെയാണ് നമ്മളുടെ വീട് ഏരിയയിലൊക്കെ മെയിൻ ആയിട്ട്. അല്ലെങ്കിൽ കടൽ തീരത്തുള്ള വീട്ടിലുള്ളവർക്ക് ആലപ്പുഴ സൈഡിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില വീടുകളിലൊക്കെ അവിടെ മണലായിരിക്കും. പക്ഷെ നോർമൽ ആയിട്ട് നമ്മളുടെ വീടിലും പരിസരത്തൊക്കെ കാണപ്പെടുന്ന ഈ സോയിൽ, ഇങ്ങനത്തെ സോയിൽ ആയിരിക്കുമല്ലോ എല്ലാവരുടെ വീടുകളിലെ പരിസരത്തെല്ലാം കാണപ്പെടുക. ഇതിനെയാണ് നമ്മൾ എന്താണ് ലോമി സോയിൽ എന്ന് നമ്മൾ പറയുന്നത്. സോ സാൻഡി സോയിൽ, ക്ലേ സോയിൽ ആൻഡ് ലോമി സോയിൽ. അതാണ് നമ്മള് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സോയിൽസ് നമ്മൾ കണ്ടത്. എല്ലാരും ടെക്സ്റ്റ് എടുത്തേ. ബീറ്റിൽസിന് കുറച്ച് ബീറ്റിൽസിന്, മണ്ണിൽ ജീവിക്കുന്ന ബീറ്റിൽസ് ഇങ്ങോട്ട് നോക്കിക്കേ. ഇതാണ് നമ്മളുടെ വണ്ടിന്റെ ഒക്കെ കാറ്റഗറി പെടുന്നത് ബീറ്റിൽസ്. ഇപ്പൊ ഫാത്തിമ ചോദിച്ചില്ലേ, ദിസ് ഈസ് ബീറ്റിൽസ്. കണ്ടോ, ഇത് വണ്ടിനെ മാതിരിയൊക്കെ ഉണ്ടാവും. ഇതാണ് ബീറ്റിൽസ്. ഇതിൽ ചിലതൊക്കെ മണ്ണിലാണ് അവര് ജീവിക്കുന്നത്. ഓക്കെ, യെസ്. പേജ് നമ്പർ 103. ഉവൈസ് അഹമ്മദ്, ടെക്സ്റ്റ് എടുത്തോ? അൺമ്യൂട്ട് ചെയ്യൂ. ടെക്സ്റ്റ് എടുത്തോ? ഓക്കെ, 103 മേള് തൊട്ട് വായിച്ചേ. ലെറ്റസ് റീക്യാപ്പ്. അവിടെ നിന്ന് വായിച്ചേ. ലെറ്റസ് റീക്യാപ്പ് എന്ന് കണ്ടോ 103? അതിന്റെ ഫസ്റ്റ് ലൈൻ വായിച്ചേ. The uppermost layer of the അറിയാൻ പാടില്ലാത്തൊക്കെ പതുക്കെ ടീച്ചർ കേട്ടില്ല. ഒന്നുകൂടെ വായിച്ചേ. ദ കഴിഞ്ഞിട്ട് എന്താ വായിച്ചേ? uppermost layer of the earthന്റെ earth is canal. crust is canal. canon അല്ല, non. k അവിടെ സൈലന്റ് ആണ്. known as what? Known as soil. The uppermost layer of earth's crust. earthന്റെ മുകളിലുള്ള ലെയറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദാറ്റ് ഈസ് കോൾഡ് സോയിൽ. നിരഞ്ജൻ, അൺമ്യൂട്ട്. സെക്കൻഡ് ലൈൻ വായിച്ചേ മോനെ. മൈക്ക് ഓൺ ആണ്, വായിച്ചോളൂ. നിരഞ്ജൻ, മൈക്ക് ഓൺ ആണ് മോനെ, വായിച്ചോളൂ. Thousands of years for soil to form from
action of sun, wind and rain. വിൻഡ് കാറ്റ്, വിൻഡ് പറഞ്ഞേ. Wind. Yes, it takes thousands of years for soil to form from rocks. അല്ലേ? കോടാനുകോടി വർഷങ്ങൾ, ആയിരക്കണക്കിനല്ല അതിൽ കൂടുതൽ വർഷങ്ങൾ എടുത്തിട്ടാണ് റോക്കിൽ നിന്ന് സോയില് ഉണ്ടാവുന്നത്. ബൈ ദ ആക്ഷൻ ഓഫ് വിൻഡ്, സൺ ആൻഡ് റെയിൻ. അതാണ് നമ്മളിപ്പോ കണ്ടത്, വായിച്ചത്. ഷക്കീക അടുത്ത വായിച്ചേ. ഷക്കീക. Soil contains minerals, humus, clay, sand, pebbles, water, and air. Soil is classified into ഒരു സെന്റൻസ് മതി. ഓക്കെ. സോയിൽ കണ്ടെയ്ൻസ്, സോയിലിലെ മിനറൽ ഉണ്ട്, മിനറൽസ്, ഹ്യൂമസ്, ക്ലേ, സാൻഡ്, പെബിൾസ്, വാട്ടർ ആൻഡ് എയർ. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചില എന്താണ് നമ്മളുടെ ധാതുക്കൾ എന്ന് മലയാളത്തിൽ പറയും. അതായത് അയൺ, അലൂമിനിയം, പിന്നെന്താണ് മാഗ്നൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണ്ണിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്. സോ അതുകൊണ്ടാണ് മിനറൽസ് എന്ന് പറയുന്നത്. ഇരുമ്പൊക്കെ നമ്മൾ മണ്ണിൽ നിന്നാണ് കുഴിച്ചെടുക്കുന്നത്. അലൂമിനിയം ഒക്കെ നമ്മളുടെ സീഷോറില്, കടൽ തീരങ്ങളിലാണ് കൂടുതലായിട്ട്. ബോക്സൈറ്റ് എന്ന് പറയും, അത് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കുക. അതിന്റെ ഓർ, അലൂമിനിയത്തിന്റെ ഓർ എന്ന് പറയും. ഓക്കെ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്. മിനറൽസ് ഉണ്ട്, പിന്നെ ഹ്യൂമസ് ഉണ്ട്, ക്ലേ ഉണ്ട്, പെബിൾസ് ഉണ്ട്, എയർ ഉണ്ട്, വാട്ടർ ഉണ്ട്. ഇതെല്ലാം നമ്മൾക്ക് മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് ഇപ്പൊ വായിച്ചത്. യെസ് അർജുൻ, എന്ത് പറ്റി? അർജുൻ എന്ത് പറ്റി? ഞാൻ അലൂമിനിയം ഷീറ്റ് കണ്ടിട്ടുണ്ട്. അലൂമിനിയം ഷീറ്റ് കണ്ടിട്ടുണ്ട്. ചില വീടുകളിലൊക്കെ അലൂമിനിയം ഷീറ്റ് നമുക്ക് കാണാൻ സാധിക്കും. മേൽക്കൂരയൊക്കെ ഉള്ളത് അലൂമിനിയം ഷീറ്റ് കൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, അത് നമുക്ക് മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ്. സ്വർണം മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കണ അറിയാമോ നിങ്ങൾക്ക്? ഡയമണ്ട്, വജ്രം, ഇതൊക്കെ മണ്ണിൽ നിന്ന് എടുക്കുന്നതാണ്. ഓക്കെ. ഇതൊക്കെ നമ്മുടെ മണ്ണിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഓക്കെ. യെസ് അഫ്ല. ഒരു മാഗ്നറ്റ് മണ്ണി വെച്ചാൽ അങ്ങോട്ടുനിന്ന് മണ്ണൊക്കെ കുറച്ച് ഒട്ടിപ്പിടിക്കുക. എന്തുകൊണ്ടാണ്? പല മിനറൽസ് അതിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, മിനറൽസിനെ അട്രാക്ട് ചെയ്യും നമ്മളുടെ മാഗ്നൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മണ്ണ് എന്താണ് അതിലേക്ക് അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്. ഓക്കെ. സജസ് കണ്ടിന്യൂ റീഡിംഗ്. Soil is classified into 3 types: sand and loamy. Yes, soil is classified into 3 types. അത് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായി. ഞാൻ കുറെ പ്രാവശ്യം പറഞ്ഞു. സാൻഡി സോയിൽ, ക്ലേ സോയിൽ ആൻഡ് ലോമി സോയിൽ. യെസ്. ഹിന അടുത്ത വായിച്ചേ. Soil is എസെൻഷ്യൽ, ആവശ്യമായിട്ട് ഉള്ളത് എന്നാണ് എസെൻഷ്യൽ എന്നുള്ളത്. എസെൻഷ്യൽ. Agriculture, growth to plants. Growth to plants എന്നാണോ? നോക്കി വായിച്ചേ, ടെക്സ്റ്റ് നോക്കി വായിച്ചേ. Yes. Making earthen wear എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന പല സാധനങ്ങൾ ഞാൻ പറഞ്ഞു അല്ലെ. പോട്ടുകളുണ്ട്, പാത്രങ്ങളുണ്ട്, ഫ്ലവർ വേസ് ഉണ്ട്. ഇങ്ങനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് earthen wear എന്ന് പറയുന്നത്. ഓക്കെ. earthen wear, bricks, tiles and so on. and so on. കുറെ സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പം മെയിൻ ആയിട്ടും നമ്മൾക്ക് സോയിൽ ഈസ് എസെൻഷ്യൽ ഫോർ അഗ്രികൾച്ചർ. കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് എന്താണ് നമ്മളുടെ സോയിൽ എന്ന് പറയുന്നത്. പിന്നെ ചെടികൾ വളരാൻ വേണ്ടി മണ്ണ് ആവശ്യമാണ്. earthen wear, പാത്രങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലത്തെ ഐറ്റംസ് ഉണ്ടാക്കാൻ മണ്ണ് ആവശ്യമാണ്. ഇഷ്ടിക, ടൈലുകൾ, ഓടുകൾ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മണ്ണ് കൊണ്ടുള്ള നമുക്ക് ഉപയോഗങ്ങൾ. ദെൻ സോയിൽ ഈസ് ഹോം ഫോർ മെനി ആനിമൽസ് ഓൾസോ. നമ്മളിപ്പോ കണ്ടു അല്ലെ, പല മൃഗങ്ങളുടെയും ഹോമും കൂടിയാണ് എന്താണ് മണ്ണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രയാണ് നമ്മളുടെ സോയിൽ
സോ നെക്സ്റ്റ് ഫ്രൈഡേ കേട്ടല്ലോ എല്ലാരും, നെക്സ്റ്റ് ഫ്രൈഡേ എല്ലാരും സോയിൽ എന്നുള്ള ചാപ്റ്റർ പഠിച്ചുകൊണ്ട് വരണം കേട്ടല്ലോ. കേട്ടോ? ആ അതിനു മുമ്പേ മേ ബി തേഴ്സ്ഡേ നമ്മൾക്ക് സോയിലിന്റെ ഒരു യെസ് നൈനിക അവിടെ പോയി. മിസ് റെസ്റ്റി എന്ന് പറയുന്നത് മോളെ പറഞ്ഞത് ഞാൻ കേട്ടില്ല. ട്രസ്റ്റിയോ? എവിടെയാണ് കണ്ടതെന്ന് പറയൂ ആദ്യം. ഞാൻ കേട്ടില്ല. ട്രസ്റ്റിയോ? ഏത് പേജിലാണ്, എവിടെയാണെന്ന് പറയൂ. പേജ് നമ്പർ 97. അതിനകത്ത് എവിടെയാണ്? Okay. Mars is also known as red planet because of the red/rusty color of its soil due to the presence of iron in it. മാർസ് ഒരു പ്ലാനറ്റ് ആണ് അല്ലെ. മാർസിന്റെ പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് ഒരുമാതിരി റെഡ് കളറിലാണ് കാണുക. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മാർസിന്റെ പിക്ചർ? യെസ്. സോ എന്തുകൊണ്ടാണ് മാർസ് റെഡ് കളറിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയുന്നത്. റെഡ് ഓർ റസ്റ്റി കളർ. റസ്റ്റി കളർ എന്ന് പറഞ്ഞാൽ, റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? റസ്റ്റിംഗ് അറിയാമോ? നിങ്ങളെ ഞാൻ പഠിപ്പിച്ചാണല്ലോ, നിങ്ങളെയാണോ വേറെ ക്ലാസ്സിലാണോ? റസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തുരുമ്പിന്റെ കളർ കണ്ടിട്ടുണ്ടോ? അയണൊക്കെ തുരുമ്പാവുന്ന കളർ കണ്ടിട്ടുണ്ടോ? അയൺ ഇരുമ്പ് തുരുമ്പ് പിടിക്കുക എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? അതും കേട്ടിട്ടില്ലേ? ആ തുരുമ്പിന്റെ കളർ എന്താ? ഒരുമാതിരി ബ്രൗൺ കലർന്ന ഒരു കളറാണ് അല്ലേ? ആണോ? യെസ് ഓർ നോ? അതിനെയാണ് റസ്റ്റി കളർ എന്ന് പറഞ്ഞിരിക്കുന്നത്. തുരുമ്പിന്റെ ഒരു റെഡും ബ്രൗണും ചേർന്ന ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളർ. ആ കളറിലാണ് നമ്മൾക്ക് മാർസ് കാണാൻ പറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് സോയിൽ. അതിൽ അടങ്ങിയിട്ടുള്ള, അതായത് മാർസിൽ അടങ്ങിയിട്ടുള്ള സോയിലില് കൂടുതലും അയൺ ആണ്, ഇരുമ്പിന്റെ അംശമാണ് കൂടുതലുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മാർസ് ചുമന്ന കളറിൽ കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? യെസ് അർജുൻ. മിസ് കൺസ്റ്റാന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറക്കെ പറയൂ. സബ്സ്റ്റാൻഡോ? എവിടെയാണ് പേജ് നമ്പർ? അഗൈൻ പറയൂ പേജ് നമ്പർ. കൺസ്റ്റാന്റ് 97. കോൺസ്റ്റന്റ് ആണോ? 97 എവിടെയാണെന്ന് പറയൂ മോളെ. നൈനിക മൈക്കോൺ ആണ്, പറയൂ. ഡ്യൂ ടു കോൺസ്റ്റന്റ് ഹീറ്റിംഗ് അതാണോ? ഡ്യൂ ടു കോൺസ്റ്റന്റ് ഹീറ്റിംഗ് അതാണോ? കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളത്, കണ്ടിന്യൂസ് ആയിട്ടുള്ളത് എന്നാണ് അർത്ഥം കോൺസ്റ്റന്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ സോയിൽ ഫോർമേഷൻ ഇന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. തുടർച്ചയായിട്ട് ഹീറ്റിന്റെയും റെയിനിന്റെയും ആക്ഷൻ കൊണ്ടാണ് സോയിൽ ഉണ്ടായത് എന്നാണ് അർത്ഥം. ഡ്യൂ ടു കോൺസ്റ്റന്റ് ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ്. ഓക്കെ, യെസ്. കുറെ പേര് ഇവിടെ കൈ പൊക്കിയിട്ടുണ്ട്. എന്താണ് ഹിന? യെസ് ഹിന. സോയിലിന്റെ പാഠം എപ്പോഴാ പഠിച്ചു വരേണ്ടത്? അത് ഞാൻ പറയാം. ഓക്കെ അർജുൻ. ഞാൻ അയണൊക്കെ റെസ്റ്റ് ആക്കുന്നത് കണ്ട്. അയൺ റെസ്റ്റ് ആവുന്നത് കണ്ടിട്ടുണ്ട്. വീടുകളിൽ ചിലപ്പോ ജനലിന്റെ കമ്പിയും ഗേറ്റ് ഒക്കെ ചിലപ്പോ തുരുമ്പ് പിടിക്കുന്ന. യെസ്. അഫ്ല? ഫുള്ളും ബ്രൗൺ കളറിലായിട്ടുണ്ട്. യെസ്. അഫ്ല പറഞ്ഞോളൂ. പേജ് നമ്പർ 136 മാർസ്. 130. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, പ്ലാനറ്റ്സ് പഠിക്കാനുണ്ട്. 136 എല്ലാരും ഇവിടെ കണ്ടവരാണ് മാർസ്. ഓക്കെ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഓക്കെ, യെസ്. സോ ഞാൻ പറഞ്ഞു 136ലോ? യെസ്. അപ്പോൾ ഫ്രൈഡേ, വെള്ളിയാഴ്ച, എല്ലാരും കേട്ടല്ലോ?
വെള്ളിയാഴ്ച നിങ്ങൾ ചാപ്റ്റർ പഠിച്ചുകൊണ്ട് വരിക. ഓക്കെ, വ്യാഴാഴ്ച തേഴ്സ്ഡേ നമുക്ക് EVS ഉള്ളതാണല്ലോ. തേഴ്സ്ഡേ ഈ ചാപ്റ്ററിന്റെ ഡിറ്റേഷൻ വേർഡ്സ്, കാരണം പലർക്കും ഇംഗ്ലീഷ് വേർഡ്സ് വായിക്കാനും എഴുതാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ക്ലാസ്സിലും ഞാനിപ്പോ തുടങ്ങിയിട്ടുണ്ട് ഈ ഡിറ്റേഷൻ പരിപാടി. കാരണം പലർക്കും സ്പെല്ലിങ്ങുകൾ അറിയില്ല. ഇനി എക്സാം ഒക്കെ നിങ്ങൾക്ക് ഓറലൊക്കെ നിർത്തിയിട്ട് റിട്ടേൺ ആക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കുറച്ച് വാക്കുകളിൽ നിന്ന് തുടങ്ങാം. അപ്പൊ കേട്ടല്ലോ, ഇനി ആരും കേട്ടില്ല ഇന്ന് അല്ലെങ്കിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അതൊന്നും പറയാൻ പാടില്ല. തേഴ്സ്ഡേ ഈ ചാപ്റ്ററിന്റെ ഡിറ്റേഷൻ, ഫ്രൈഡേ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, പഠിച്ചുകൊണ്ട് വരിക. അതിനു മുമ്പ് നമ്മൾക്ക് ഇടയിൽ ഒരു ദിവസം കിട്ടുമല്ലോ, ആ ദിവസം കൊണ്ട് ഞാൻ ഇതിന്റെ ടെക്സ്റ്റ് എക്സസൈസ് ഫിനിഷ് ചെയ്യിപ്പിച്ചോളാം. ഓക്കെ, ക്ലിയർ?